അങ്ങനെ നമ്മുടെ നാട് വിട്ട് ദുബായിലേക്ക് വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നലെ വന്നിട്ട് ഇന്നലെ വൈകുന്നേരം വരെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കയ്യിലുള്ള പൈസ ഏകദേശം ഫിനിഷിങ് പോയിന്റിൽ എത്താറായിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വിചാരിച്ച് എങ്കിൽ പിന്നെ കുറച്ച് സാധനം വാങ്ങുന്നതിന് ഇത്ര പൈസ ഇല്ലല്ലോ. പുറത്തുനിന്നൊക്കെ ഒരു ഷവർമ 2 ഷവർമ ഞങ്ങൾ 2 പേര് 2 ഷവർമയും 2 ചായ കുടിക്കുമ്പോൾ രൂപ 10-14 രൂപ അങ്ങ് തീരുക ഒരു നേരത്തേക്ക്. അപ്പോൾ വിചാരിച്ച് റബ്ബെ റസൂല് 100-1000 ഒന്നും മാറിയാവൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉള്ള പൈസ ഇനി നമ്മൾ പിടിച്ച് ചിലവാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും. കാരണം ഇവിടെ വന്നത് ഒരാവശ്യത്തിനാണ്, ആവശ്യമെങ്കിൽ എന്നാൽ പിന്നെ ഒരു ജോലി തേടി നടക്കാൻ ഓർത്തിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ എന്നാൽ കുറച്ച് മീൻ വാങ്ങിക്കണം, പിന്നെ കുറച്ച് അരി വാങ്ങിക്കണം, കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നലെ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. ലുലുവിൽ പോയി കുറച്ച് എണ്ണയോ മുട്ടയോ അതും ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആയി കേട്ടോ. അപ്പം ഇവിടെ ലേഡീസ് മാത്രം താമസിക്കുന്ന ആണ് എൻ്റെ ഫ്ലാറ്റ്. അപ്പം എല്ലാം കൂടെ വാങ്ങി അവിടെ കൊണ്ടുവച്ച് കുറേ പെണ്ണുങ്ങളുണ്ട്. അവരുടെ എല്ലാം കൂടെ സാധനങ്ങളും എൻ്റെതും കൂടെ ഒക്കെ വെക്കാൻ പറ്റത്തില്ല. ഈ ഒരു കുഞ്ഞു കുടിച്ച് റൂമിനകത്ത് കൊണ്ടുവെക്കണം. അതുകൊണ്ട് എല്ലാം കൂടെ വാങ്ങിപ്പോൾ നമുക്ക് പോസിബിളല്ല. അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോയി പ്രിപ്പയർ ചെയ്ത് കഴിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 2 രൂപ 75 പൈസയൊക്കെയാണ് നമ്മുടെ തേങ്ങേൻ്റെ 1 കിലോ തേങ്ങേൻ്റെ വില. നാട്ടിലെ വില കേട്ടോ, ഇവിടത്തെയാണേ. നമുക്ക് ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ദുബായിലൊക്കെ, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നാട് വിട്ടിട്ടും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. വന്നവിടെ തന്നെ വീട്ടിൽ പോകാൻ ഭയങ്കര വെപ്രാളവും, എനിക്ക് വീട്ടിൽ പൊക്കോളാൻ വയ്യ, ആ ഒരു ടെൻഷനും കാര്യങ്ങളും. മക്കളെയൊക്കെ വിട്ട് വന്നതല്ലേ, അതിൻ്റേതായിട്ടുള്ള ഭയങ്കരമായ വിഷമവും. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ഇനിയിപ്പോൾ നമുക്ക് എന്താ എല്ലായിടത്തും മീൻ വാങ്ങി, അരി വാങ്ങി, വെജിറ്റബിൾസ് വാങ്ങി, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. ഇനി നേരെ നമ്മൾ ബില്ലിടുക, പോവുക. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പം ഇതൊക്കെ ഓരോരോ അനുഭവങ്ങളാണേ. എന്താ പറയുക. അപ്പം ഞങ്ങളുടെ 2ാമത്തെ പർച്ചേസിങ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ പിടിച്ച് ചിലവാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നോക്കി കവറെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. ആദ്യം നമ്മളെടുത്തിട്ട് ബാർകോഡ് അടിച്ച് അങ്ങനെ ബില്ലിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇവിടെ ലുലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ചെറിയ സാധാരണ മാളുകളെപ്പോലാണ് ഇവിടുത്തെ ലുലു എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ വണ്ടി വിളിച്ച് പോയിട്ടുണ്ട് ലുലു മാൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് ലുലു മാളൊക്കെ സാധാരണ ഒരു ഷോപ്പ് പോലെയൊക്കെ ഫീൽ ആവുന്നത്. എല്ലാം വലിയ വലിയ ഷോപ്പുകളൊക്കെ തന്നെ. അപ്പം അത്രയൊക്കെയുള്ള നമ്മുടെ പർച്ചേസിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.